നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ തോന്നിവാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി പോയാൽ അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ ധാരണ അവർ ലോക പണ്ഡിതന്മാരാണെന്ന് ആണ് അവരുടെ ധാരണ. അപ്പം അതിനെ സംബന്ധിച്ചൊന്നും നമ്മൾ ഗൗനിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇംഗ്ലീഷ് അധ്യാപനമൊന്നും അല്ലല്ലോ റഹീമിനെ അറിയാവുന്നുള്ള ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കാര്യങ്ങൾ. നമ്മളെല്ലാ ലാംഗ്വേജും അങ്ങനെയാണല്ലോ. അല്ലാതെ ഇപ്പം ജനപ്രതിനിധി ആവുന്നവരെല്ലാവരും പിന്നെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും അതിലൊക്കെ തന്നെ PhD എടുത്ത് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളാവണമെന്നൊന്നും നിർബന്ധമൊന്നും ഒരിടത്തും പറയുന്നില്ലല്ലോ. ഇതെല്ലാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ എന്ന് പറയാൻ ഒരു മര്യാദകേടും അസൂയയും കുശുമ്പും ഒക്കെ തെളിയിക്കുന്ന കാര്യമാണിത്. അയാളോടെ പോയല്ലോ, അവിടെ നടന്നിട്ടുള്ള സംഭവം കാണാൻ വേണ്ടി അയാളോടെ പോയല്ലോ. ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനാണ് അയാൾ പോയത്. അല്ലാതെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതല്ല. ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഒരു തെറ്റ് ആയിപ്പോയുണ്ട്. ഒരു ജനപ്രതിനിധിയുടെ കാര്യശേഷി തെളിയിക്കുന്നത് വാക്കുകളിലെ എല്ലാ അലങ്കാരത്തിലല്ലോ, പ്രവൃത്തിയിലല്ലേ. അത് MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളവരെ മാത്രം പരിശോധിച്ചാൽ മതി. ഇത് കുറേ ആൾക്കാർക്ക് മാത്രം മലയാള പണ്ഡിതന്മാർ, ഇംഗ്ലീഷ് പണ്ഡിതന്മാർ, സയൻസ് പണ്ഡിതന്മാർ, രാഷ്ട്രീയ പണ്ഡിതന്മാർ, പിന്നെ മാതൃകാ കുടുംബം നയിക്കുന്നവർ, സ്ത്രീകളുടെ മുഖത്ത് നോക്കാത്തവർ, പുരുഷന്മാരുടെ പിന്നെ മുഖത്ത് നോക്കാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ കുറേ ആൾക്കാരുണ്ട്. അവരാണ് പിന്നെ സൈബർ ആക്രമണം നേരം വെളുത്ത വൈകുന്നേരം വരെ കുത്തിയിരുന്ന് വേറെ ഒരു പണിയില്ലാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് ഇപ്പോൾ പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വന്നല്ലോ. പോറ്റി ആയിട്ട് അടുത്ത് നിന്ന് പോറ്റിയെ തൊട്ടെന്നോ തൊടാതെ പോയെന്നോ എന്ന് പറഞ്ഞു. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ KPCCയുടെ മെമ്പറാണല്ലോ പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാനെന്ന് ഒട്ടും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പം അന്ന് പിന്നെ പറഞ്ഞവരെല്ലാം അങ്ങനെയല്ലല്ലോ ഇപ്പോൾ അയാൾ എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അതിനും ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ നിർവഹിക്കും. അത് ചിലപ്പോൾ ശരിയുണ്ടാവും, തെറ്റുണ്ടാവും. പക്ഷേ വൃത്തികേടും അഴിമതി കാണിക്കാൻ പോകുന്നില്ലെന്നുള്ളൊരു ഉറപ്പ്, അത് ഉറപ്പായിട്ട് പറയാം. അത് ഈ സൈബർ ആക്രമണം എന്നല്ലേ പറഞ്ഞത്. ഈ സൈബർ അക്രമികൾ പറയട്ടെ, ഇവരെല്ലാം പൊതുപ്രവർത്തനം നടത്താൻ പറ്റാത്തവരാണ്, പിന്നെ പ്രശ്നങ്ങളുണ്ട്, അഴിമതി ഉണ്ട് എന്നത് പറയട്ടെ. അത് നമുക്ക് ചർച്ച ചെയ്യാം. മറ്റത് മുമ്പ് EMS കളിയാക്കുമായിരുന്നു. അത്ര ദുഷ്ടന്മാരാണ്. അപ്പം അതുകൊണ്ട് അതിലൊന്നും ഒരു കാരണമില്ല.